അപ്പോൾ പൂച്ചേനെ പുറത്താക്കിയിട്ടുള്ള യാത്ര ഇപ്പോൾ പരിതാമസത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രസമുണ്ട് വീടിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ. എന്നെങ്കിലും ഞാനും ഇതുപോലെയൊക്കെ നല്ല രീതിക്ക് ഡിസൈൻ ചെയ്യുന്ന ഒരു സിവിൽ എഞ്ചിനീയർ ആകും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. എന്നിട്ട് അമ്പലപ്പുഴയിലുള്ള ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് പോണത്. ഇതെന്ന് പറയുന്നത് എൻ്റെ വല്ലുമ്മയുടെ അപ്പിച്ചിയുടെ വീട്. അങ്ങനെയാണ് കേട്ടോ. ഈ വീടുമൊക്കെ നമുക്ക് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഇരുന്ന് ഓരോ കഥകളും ഒക്കെ പറഞ്ഞ്, പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് ഞങ്ങളവിടുന്ന് സ്നാക്സ് കഴിക്കുന്നുണ്ട്. പിന്നെ അവിടെ ചിപ്സും കശുവണ്ടിയും എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അത് ക്യാമറയിൽ വരാണ്ടിരിക്കാൻ വേണ്ടി കണ്ണു പൂട്ടി കഴിക്കുന്ന എൻ്റെ കസിനും അവിടെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇറങ്ങുന്നതാണ്. ഞങ്ങൾക്കൊരു 7:30 ആകുമ്പോൾ ഒരു കല്യാണമുണ്ട്, അവിടെ എത്തിയാൽ മതി. അപ്പോൾ അതുവരെ ഒരു കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ എന്തായാലും ബീച്ചിൽ പോകാമെന്ന് കരുതി. അവിടെ അടുത്തായിട്ട് ഒരു എക്സിബിഷൻ പോലെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പക്ഷെ അത്രയൊന്നും അങ്ങനെ പോയി നടക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കഴിച്ച് അവിടെ ഒരു കാറ്റൊക്കെ കൊണ്ട് ഒരു 7:30 ആ ഒരു സമയമായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് 5 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കല്യാണത്തിന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, കല്യാണത്തിനെത്തി. അതിൻ്റെ പേരും അവിടുത്തെ പെണ്ണിൻ്റെ പേരും ദിയാന്ന് തന്നെയാണേ. അങ്ങനെ ഞങ്ങൾ വെള്ളവും കുടിച്ച് കല്യാണ പെണ്ണിനെയും കാര്യങ്ങളൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ പൊറോട്ടയും അപ്പവും ബീഫ് കറിയാണ് എടുത്തത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ വളരെ നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്ത ഒരു ഡേ ആണ് കേട്ടോ ഇതെന്ന് പറയണത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയി അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൂച്ചേനെ എടുത്തു. ഞങ്ങൾ മാത്രം കണ്ട് വേറൊരു ജീവജാലങ്ങളെ പോലും കാണാണ്ട് കിടക്കുന്നതുകൊണ്ടാണെന്നറിയില്ല അപ്പുറത്തെ വീട്ടിലേൽപ്പിച്ചെങ്കിലും മര്യാദക്ക് ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ ഇവിടെ വന്ന് കയറ്റി ഞങ്ങൾ ഓപ്പൺ ടെറസിലിട്ടപ്പോൾ തന്നെ എല്ലായിടത്തും ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വയറ് നിറയെ പാൽ കുടിച്ച് കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നു പിന്നെ ഫുള്ളെന്ന് പറയണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൊല്ലം വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.